അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മോർണിംഗ് തന്നെ ഞാൻ റെഡി ആയിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ടും അവൻ്റെ വൈഫും വരുന്നുണ്ട്. അപ്പം മാരേജ് കഴിഞ്ഞിട്ട് നേരെ അവർ ഹണിമൂൺ പ്ലാൻ ചെയ്തിരിക്കുന്ന ഗോവയിലൊക്കെ. ഫസ്റ്റ് അവരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നത് വെച്ചാൽ ബാലി, പിന്നെ വേറെ ഏതോ സ്ഥലമായിരുന്നു. അപ്പം എന്തോ ഒരു ഇഷ്യൂസ് കാരണം അവർക്കത് ക്യാൻസലായി പോയി. പിന്നെ ഒന്നും നോക്കില്ല, ഗോവയിൽ ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് നേരെ രണ്ടും കൂടെ ഗോവയ്ക്ക് കയറി. അപ്പോൾ രാവിലെ ഞാനൊരു 6 o'clock ആയപ്പോൾ തന്നെ റെഡി ആയിട്ട് ഞാൻ അവിടെ എത്തി. അവർ പിന്നെ അവിടെ വന്നു, ലാഗ് അടിച്ചു. പിന്നെ ആക്ച്വലി ഞാൻ വിളിക്കാൻ ചെല്ലാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒന്നും നോക്കില്ല. പിന്നെ അവിടെ നിന്നൊരു ടാക്സിയൊക്കെ വിളിച്ച് നേരെ രണ്ടും കൂടെ ഇങ്ങോട്ട് വിളിച്ച്. അപ്പം ഞാൻ നേരെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് വാതിക്കലൊക്കെ എത്തിയെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ നിന്നു. പക്ഷെ അവിടെ ഒന്നുമില്ല, അവർ വേറെ ഏതോ സ്പോട്ടിൽ അപ്പുറത്തെന്തോ പോയി നിന്നു. എങ്ങനെയെങ്കിലും എന്താടാ ആ സുഖം എടേ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം. ഇതാകുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മള് അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങിയിട്ട് ഇപ്പൊ അപ്പൊ ഗസ്റ്റ് എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ കേസ് ഇങ്ങനെ പറയത്തുള്ളത് ഞാൻ പറഞ്ഞില്ല. കേട്ടില്ലേ? കാണ് ശൈലു ഞാൻ വിളിച്ചപ്പോ തന്നെ അറിയാം. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ശൈലിനോട് പറഞ്ഞ് എന്തുവാ എടാ രാവിലെ ഒരു ചെറിയൊരു ടാസ്ക് ഉണ്ട്, വണ്ടി വന്നിട്ടില്ല. അപ്പം തന്നെ വിളിച്ചിട്ട് പറയും മൈര നീ ഇങ്ങനെയൊക്കെ കാണിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന പിറപ്പ് അല്ലെങ്കിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന പിറപ്പെന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി അങ്ങനത്തെ ഒരു പിറപ്പാണ്. നമ്മളെല്ലാവരും കൂടെ ഒരു സ്റ്റോറിൽ അപ്പോൾ നമ്മുടെ തൊട്ട് ഒരുമിച്ചിരിക്കുന്ന എല്ലാ സ്റ്റോറും കാര്യങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ പിറപ്പ്. നമ്മളെല്ലാവരും ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കത്തില്ലേ. സ്മോക്കിംഗ് ഈസ് ഇൻജുറീസ് ഹെൽത്ത്. പക്ഷെ ഇത് വലിക്കാന്ന് അത് ഏത് കമ്പനിയുടെ ഫ്ലെക്സ് ഫ്രീസിന്റെ? അതെ, കേരളത്തിൽ നിരോധിച്ചോ? മൈര അതല്ല ഞാൻ ചോദിച്ചാ ഇത് നമുക്കറിയാലോ. പണ്ട് നീ എനിക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ ഗൈസ്? പണ്ട് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി വന്നപ്പോ ഈ നാറി എനിക്കൊരു ഉഗ്രം പോസ്റ്റ് ഉണ്ട്. അതിന് നമ്മൾ കെട്ടിക്കഴിഞ്ഞപ്പോ തിരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ. രസമായിക്ക് രാവിലെ ഗൈസ് വന്നു കഴിഞ്ഞാൽ വിളിക്കണ്ട, കിട്ടൂല. പിന്നെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് പേരാപ്പാര പുറത്തിറങ്ങണം. അകത്തിറങ്ങണം. അപ്പൊ ഇവന്റെ വിളിയുണ്ട്, ലെഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ ഇന്ത്യൻ ഹോട്ടലുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യൻ ഹോട്ടൽ ഒരു കാര്യം ആയിരിക്കണം. രാത്രി ഈ നാറിയല്ല ഈ മൈരൻ രാത്രി ഒരു 1:30 1:45 2 മണി വരെ വിളിച്ച്. എന്നിട്ട് 4 മണിക്ക് കയറി വന്ന്. എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങണമെന്ന്. അപ്പൊ എന്താ പറയണ്ട, അല്ല പറയുന്നല്ല പറയണല്ലോ ഗൈസ്. അപ്പൊ സമയം കളയുന്നില്ല നമ്മൾ. അപ്പൊ ശൈലിന് വന്നപ്പോ തന്നെ ബിയർ അടിക്കണമെന്ന് പറഞ്ഞു. വെളുപ്പാങ്കാലത്ത് ബിയർ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഗോവയിൽ വെളുപ്പാങ്കാലം ഒന്നുമില്ല. ചില സ്ഥലങ്ങളെന്നൊക്കെ പറയുമ്പം കിട്ടും. ഒരുപാട് സ്ഥലമുണ്ട്. ഇപ്പം നമുക്കറിയാവുന്ന ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബിയർ അടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ബിയർ അടിക്കാൻ വേണ്ടി കയറിയത്. കാരണം രാവിലെ വന്നാലും കിട്ടും, പക്ഷെ എല്ലാ കടയിലൊന്നും കിട്ടത്തില്ല. കാരണം ചെറിയ കടയൊക്കെ എന്തായാലും ക്ലോസ് ആയിരിക്കും. പിന്നെ ബാക്കി ചില സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക നമുക്ക് ഇത് കിട്ടും, ബിയർ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ചില ലിക്കർ കാര്യങ്ങൾ ചിലയിടത്ത് കിട്ടും, പക്ഷെ എന്നാലും ഫുള്ളി നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലങ്കോട്ട് മാർക്കറ്റിൽ. അപ്പോൾ ഏകദേശം നൈറ്റ് ലൈഫ് ആയതുകൊണ്ട് കടകളൊക്കെ ക്ലോസ് ചെയ്ത് വരുമ്പോൾ തന്നെ 3 മണി 4 മണി. പിന്നെ ഏകദേശം തുറന്നു വരുമ്പോൾ 10 11 മണിയാവും. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാ കടയൊന്നും തോന്നില്ല, കിട്ടിയ കടയിൽ നിന്ന് ഞങ്ങൾ എന്തായാലും ബിയർ എടുത്തു. അടിക്കാൻ പ്രൈവറ്റ് ആയിട്ട് സ്ഥലം തരാം. റെസ്റ്റോറൻറ്റ് ക്ലോസ് ആണെന്ന് പറഞ്ഞില്ല, നമുക്ക് അവിടെ പോയിരുന്ന് അടിക്കായിരുന്നു. തൽക്കാലം നമ്മൾ ഇവിടെ നിന്ന് അടിക്കും. ഇവിടെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതല്ലേ ഏത് ബിയർ കൊറോണ ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞെടുക്കുക. ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞ മറ്റേ പാണ്ടികൾ കുടിക്കുന്നുണ്ടല്ലോ, അതേപോലെ ഇങ്ങനെ പൊതിഞ്ഞ് നമ്മളിങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ മേടിക്കുക, ഇങ്ങനെ എടുക്കുക, കവർ താഴത്ത് കുത്തുക. എന്താ ഞാനല്ലേ ആ പെണ്ണുമായിട്ട് വന്നപ്പോ എന്ത് ഡീസന്റ് ആയതെന്ന് അറിയാം. ഇതിലിപ്പോ ഒരു ഡീസന്റ് ആയിട്ട് ഒരു പയ്യനെ കണ്ടിട്ടില്ല. ഏണ്ടാ ആ പെണ്ണങ്ങോട്ട് മാറിയപ്പോഴും ഊക്കിത്തരം തുടങ്ങിയണ്ടാ. ബോർഡറിലായി ഇപ്പൊ നിൽക്കുന്ന ഫോറസ്റ്റ് ഏരിയ. അതെ, അപ്പൊ നോർത്തില് സൗത്തില് വരുന്നവരൊക്കെ ആണെങ്കിൽ കൂടുതലും അത് കവർ ചെയ്ത് കഴിയുമ്പോ പിന്നെ ഇതേപോലത്തെ ഫോർട്ടില് പൂക്കൾ പറിക്കാം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. ഇപ്പൊ കാട്ടിൽ വന്നിട്ട് ഇപ്പൊ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്.
ഇതിൻ്റെ അവിടെ നിന്നൊരു ഗൈസ് മഴ നല്ലതാണോന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ ഈ മഴ കാരണം ഒരു പരിപാടിയും നടക്കത്തില്ല. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നനഞ്ഞ് കഴിഞ്ഞ് മാറാൻ ഡ്രസ്സില്ല. അപ്പോൾ എന്തായാലും ഫോണും എല്ലാം മൊത്തം നനഞ്ഞ് എങ്ങനെ വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വീഡിയോ വ്ളോഗൊക്കെ ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടില്ലേ, ഇത്ര നേരം ശാന്തമായിട്ടിരുന്ന കടല് 2 പേര് ഇറങ്ങിയപ്പോ ഇതൊക്കെ ഇത്രയും ആ പാപ്പടന്റെ ചെരുപ്പ് വരെ പോയി കേസ്. ഈ 2 പേര് തിരികെ എല്ലാരും हाँ भाई रेडी हो रहा है भुट्टा दे दो मसाला वाला चिल्ली सर भैया टैटू ने ഫോൺ എടുക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട് ഗോവലം മഴ? ഒന്നും പറയാനില്ല. വണ്ടർഫുൾ. കാലാണെങ്കിൽ ചട്ടയാണെങ്കിൽ കല്യാണം വിരുന്ന് വിളിച്ച് റെയിൻ സീസൺ മടുപ്പാന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ വന്നു. ഇത്ര എന്റർടൈൻമെന്റ് ആയിട്ടുള്ളൊരു പരിപാടി നമുക്ക് മറ്റേ പറഞ്ഞാൽ മതി. എനിക്ക് വേണ്ട. ഓറിയോ എനിക്ക് വേണ്ട. എനിക്ക് രാത്രി കുറഞ്ഞു. എനിക്കുണ്ടോ എനിക്കുണ്ടോ അല്ല അത് സെറ്റാവൂല.